നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും വേദനകളും ഉണ്ടാവുക തന്നെ ചെയ്യും. പക്ഷേ അതിലെല്ലാം നമ്മുടെ തോളിൽ കൈയിട്ട് യാത്ര ചെയ്യാൻ ഈശോയും ഉണ്ടാകും. അങ്ങനെ ഒരു കഥ വിളിച്ചു പറയുന്ന ജീവിതമാണ് ജെൻസൺ ചേട്ടൻ്റെ. ചേട്ടാ, ഒരു രോഗം വന്ന് 2ാം ക്ലാസ്സിലാണ് ആ രോഗം വരുന്നത്. അതിനുശേഷം ആ രോഗത്തിൻ്റെ പിടിയിലായിരിക്കുമ്പോഴാണ് ചേട്ടൻ കീബോർഡൊക്കെ പഠിക്കുന്നതും എല്ലാം. അതിനുശേഷം ഇങ്ങനെ ഇപ്പോൾ ഒത്തിരി മിനിസ്ട്രീസിൽ ഈ കരിസ്മാറ്റിക് മൂവ്മെൻറ്റിൻ്റെ ഗാനശ്രൂഷയിലൂടെയൊക്കെ സഹായിക്കുമ്പോൾ വേദന കൂടുമ്പോഴും ഈശോയുള്ള വിശ്വാസം കൂട്ടുപിടിച്ച് ആണ് ചേട്ടൻ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാമോ? ഞാൻ ഒരു 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കൊരു ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖം വന്ന് 18 വയസ്സ് വരെ കിടപ്പായിരുന്നു. ഒട്ടും വയ്യായിരുന്നു. എല്ലാം അമ്മയാണ് ചെയ്തു തന്നിരുന്നത് വെച്ചേക്കെ. അതിന് ശേഷമാണ് ഒരു ധ്യാനം കൂടി നമ്മുടെ ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിൽ വെച്ചാണ് ഈശോനെ അറിയണത്. ഈശോനെ അതിന് ശേഷം ഒറ്റയടിക്ക് അസുഖമൊന്നും മാറിയില്ല. അന്ന് വീൽ ചെയറിലാണ് കൊണ്ടുപോകുന്നത്. അതിന് ശേഷം പ്രാർത്ഥിക്കാൻ തുടങ്ങി. വീട്ടിൽ വന്നതിന് ശേഷം കുറേശ്ശെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മനസ്സിലെ നിരാശയൊക്കെ മാറി. പക്ഷേ ഈ പ്രാർത്ഥന ലൈഫിൽ ഒത്തിരി മാറ്റം വരുത്തി. ഈശോ കൂടെ ഉണ്ടെന്നുള്ള വലിയൊരു ബോധ്യം എപ്പോഴും ഉണ്ടാകാൻ തുടങ്ങി. പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ് വീട്ടിൽ അപ്പച്ചൻ ഗിറ്റാറൊക്കെ വായിക്കുമായിരുന്നു കുറേശ്ശെ. അപ്പോൾ അനിയന് പഠിക്കാൻ വേണ്ടി അപ്പച്ചൻ കീബോർഡൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ കുറച്ച് സാറ് വരുമ്പോൾ എന്നെ പഠിപ്പിച്ച് തരും. എൻ്റെ ഈ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ വായിക്കാൻ പാടാം. കിടക്കുന്ന സമയത്ത് അതൊക്കെ കുറേശ്ശെ വായിക്കാൻ തുടങ്ങി. ഈ പ്രാർത്ഥിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ലൈഫിൽ അത് ഭയങ്കര മാറ്റമായിരുന്നു. പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ കുറേശ്ശെ നടക്കാനായിട്ട് തുടങ്ങി. ലൈഫിൽ കുറേശ്ശെ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. പിന്നെ ഞാൻ ധ്യാനം കൂടിയ അവിടെ ചിറ്റൂരൊക്കെ കീബോർഡ് വായിക്കാൻ തുടങ്ങി. അന്ന് വായിക്കുക മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ കുറേ നാൾ വേദനയൊക്കെ കൂടും. അപ്പോഴും പ്രാർത്ഥനയ്ക്കൊരു കുറവുണ്ടായില്ല. അതാണ് എപ്പോഴും മനസ്സിലുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നേരത്തെയായാലും 10-20 വർഷം 25 വർഷത്തിന് മേലായി അസുഖം. 30 വർഷത്തിനടുത്തായി. പക്ഷേ ഇപ്പം അസുഖം കൂടുന്നുണ്ട്. നടക്കുമ്പോൾ വേദനയാണ്. കുറേ നേരം ഇരിക്കാൻ പറ്റില്ല. പക്ഷേ ഇതൊന്നും നമ്മൾ ഒരിക്കലും തളർത്തുന്നില്ല. ഈ വയ്യാത്ത അവസ്ഥയിലും ഈശോയ്ക്ക് വേണ്ടി ഓടി നടന്ന് ശുശ്രൂഷ ചെയ്യുക എന്ന് പറഞ്ഞാൽ നേരത്തെ ഒന്ന് മുറ്റത്തിറങ്ങി ആകാശം കാണണമെന്നൊക്കെ വെച്ചാൽ ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ ഇപ്പോൾ പോകാത്ത സ്ഥലങ്ങളില്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ആഗ്രഹിച്ച് എന്ന് ഞാൻ ഈശോയിനെ അറിഞ്ഞതിന് ശേഷം പോകാത്ത സ്ഥലങ്ങളില്ല. ശുശ്രൂഷയായിട്ട് പ്രത്യേകിച്ച് ബോണി ബ്രദറിൻ്റെ കൂടെയൊക്കെ കുഞ്ഞുങ്ങൾ മിനിസ്ട്രിയായിട്ട് ഒത്തിരി സ്ഥലങ്ങൾ കേരളത്തിന് പുറത്തുമൊക്കെ ഒത്തിരി സ്ഥലങ്ങളിൽ പോകാൻ പറ്റുന്നു. ഇതെല്ലാം ഈശോനെ അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇന്നും മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ചേട്ടാ, ഇപ്പോഴൊക്കെ ഒരു കുഞ്ഞു കാര്യം നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അഗെയിൻസ്റ്റായിട്ട് നടന്നാൽ പോലും ദൈവത്തെ കുറ്റം പറയുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ അവരോട് എന്താ ചേട്ടന് പറയാനുള്ളത്? അതായത് ചേട്ടൻ അനുഭവിച്ച ആ ഒരു ജീസസ് ഫാക്ടർ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു വെളിച്ചത്തിൽ ചേട്ടൻ എന്താ അവരോട് പറയാനുള്ളത്? അതായത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ലൈഫിൽ ദൈവം ഉണ്ടെങ്കിൽ നമുക്കെല്ലാം ഉണ്ട്. നമ്മൾ പലപ്പോഴും നമ്മളുടെ കുറവുകളിലോട്ട് മാത്രമാണ് ശ്രദ്ധിക്കാറില്ല. എനിക്ക് കുറവുണ്ട് ഒത്തിരി. ഞാൻ പഠിച്ചേക്കണ 2ാം ക്ലാസ് വരെ. പക്ഷേ കുറവുകളെ അതിജീവിപ്പിക്കാൻ തക്ക ദൈവത്തിൻ്റെ ഒരു കൃപ നമ്മളിൽ നിറഞ്ഞാൽ, നമുക്കൊരു പ്രാർത്ഥനയുള്ള ഏത് വ്യക്തിയായിരുന്നാലും അവൻ്റെ ഉള്ളിൽ പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഇതിനെ അതിജീവിക്കാനുള്ള ഒരു കൃപ ഈശോ എപ്പോഴും നമുക്ക് തരും. പ്രാർത്ഥന വഴി നമുക്ക് തോൽപ്പിക്കാൻ പറ്റാത്ത ഒന്നുമില്ല. അതാണ് എനിക്ക് മനസ്സിലായിരിക്കണം ലൈഫിൽ. താങ്ക് യു ചേട്ടാ. ഒരു ദൈവവചനം ഇവിടെ ഓർക്കുകയാണ്: നിനക്ക് എൻ്റെ കൃപ മതി, നിൻ്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പ്രകടമാകുന്നത്.